നോമ്പ് ചിന്ത 6-ാം ഭാഗം. ഹൃദയവഴി കാൽവരി. തയ്യാറാക്കിയത് ഡോക്ടർ ഫാദർ ജോസഫ് വലിയ വീട്ടിൽ, കൃപാസനം. നീ ഇവിടെ ഇപ്പോൾ എന്തു ചെയ്യുന്നു? അപ്പോൾ ഏലിയ മേലങ്കി കൊണ്ട് മുഖം മറച്ച് പുറത്തേക്ക് വന്ന് ഗുഹാമുഖത്ത് നിന്നു. അപ്പോൾ അവൻ ഒരു സ്വരം കേട്ടു, ഏലിയ, നീ ഇവിടെ എന്തു ചെയ്യുന്നു? 1 രാജാക്കന്മാർ 19:13. ദൈവത്തിൻ്റെ ഈ ചോദ്യം ഓരോ ദിവസവും നമ്മോട് തന്നെ ചോദിക്കണം. നീ ഇവിടെ ഇപ്പോൾ എന്തു ചെയ്യുന്നു? സെമിനാരിയിലെ സ്റ്റഡി ഹാളിൽ പഠന സമയത്ത് ഓരോ മണിക്കൂർ കഴിയുമ്പോൾ ഒരു ചെറിയ മണി കിലുക്കുമായിരുന്നു. ആത്മപരിശോധനയ്ക്ക് വേണ്ടിയാണ് ഈ മണി കിലുക്കം. ഇപ്പോൾ നമ്മൾ എന്തു ചെയ്യുന്നു എന്നതാണ് മണി കിലുക്കത്തിൻ്റെ ചോദ്യം. പഠിക്കുന്നതിന് പകരം ചിലർ പടം വരയ്ക്കുകയായിരിക്കും. മണി കിലുങ്ങുമ്പോൾ അതെല്ലാം മാറ്റിവെച്ച് സ്വയം സോറി പറഞ്ഞിട്ട് വീണ്ടും പഠിക്കുവാൻ തുടങ്ങും. റീൽസ് നോക്കി ജീവിതം തീർക്കുന്ന ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ഗതികേട് സമയനഷ്ടം തന്നെ. മുഴുവൻ സമയവും മൊബൈൽ ഫോണിൽ കുടുങ്ങിയവരെ കാണുമ്പോൾ കഴുത്ത് ചോദ്യചിഹ്നം പോലെ ഒടിഞ്ഞിരിക്കുന്ന മനുഷ്യരാകുമോ അടുത്ത തലമുറ എന്ന് തോന്നിപ്പോകും. നീ ഇവിടെ എന്തു ചെയ്യുന്നു? ദൈവത്തിൻ്റെ ആ ചോദ്യം നമ്മോട് തന്നെ ചോദിച്ചാൽ വേണ്ടാത്ത കാഴ്ചകൾ കണ്ട് ജീവിതം വ്യർത്ഥമാകാതിരിക്കും. ശരീരം ഉരയുകയോ ഒടിയുകയോ ഒക്കെ ചെയ്താൽ വീണ്ടും കൂടിച്ചേരും. മുറിവുകൾ മാംസം വന്ന് മൂടും. എന്നാൽ തലച്ചോറിൻ്റെ ഒരംശം പോയാൽ നമുക്ക് സാരമായ കുഴപ്പങ്ങളുണ്ടാകും. അതുകൊണ്ടാണ് ദൈവം തലച്ചോറിനെ സംരക്ഷിക്കുവാൻ തലയോട്ടി തന്നിരിക്കുന്നത്. ദൈവസംരക്ഷണം എന്നത് ഒരു വസ്തുതയാണ്. എന്നാൽ നമ്മുടെ അഹങ്കാരം കൊണ്ട് ഈ സംരക്ഷണം നമ്മൾ തന്നെ പലപ്പോഴും നഷ്ടമാക്കും. ഹെൽമറ്റ് വയ്ക്കാതെ ബൈക്കിലും മറ്റും ചീറിപ്പാഞ്ഞു പോയി ജീവൻ നഷ്ടപ്പെടുത്തുന്നവരെ കണ്ടിട്ടില്ലേ? ഒരാളിൽ അഹങ്കാരം വന്നാൽ ദൈവം അപ്പോൾ തന്നെ അവിടെ നിന്ന് മാറും. അതോടെ നമ്മുടെ സംരക്ഷണവും നഷ്ടമാകും. നീ ഇപ്പോൾ എന്തു ചെയ്യുന്നു എന്നുള്ള ചോദ്യത്തിൻ്റെ പ്രസക്തി ഇത്തരം ഘട്ടങ്ങളിലാണ്. അപ്പോൾ ന്യായമായ ഉത്തരം നമുക്കുണ്ടാകണം. വാഹനം അമിത വേഗത്തിൽ പറത്താൻ തോന്നുമ്പോൾ ഈ ചോദ്യം സ്വയം ചോദിക്കണം. പല അപകടങ്ങളും നമ്മളിൽ നിന്ന് അകന്നുപോകും. റീൽസിൽ ജീവിതം കുടുങ്ങിപ്പോകുമ്പോൾ ഈ ചോദ്യം ഉയരണം. അപ്പോൾ കുറച്ചൊക്കെ അതിൽ നിന്ന് വിട്ടുനിൽക്കുവാൻ പ്രചോദനം കിട്ടും. അപ്പോഴാണ് ജീവിതം ദൈവത്തിന് നിരക്കുന്നതാകുന്നത്. ദൈവം ഈ ചോദ്യം ഏലിയായോട് ചോദിച്ചപ്പോൾ ഏലിയ പറഞ്ഞത് ശ്രദ്ധേയമാണ്. ഞാൻ നിന്നെക്കുറിച്ച് തന്നെ ഓർത്തുകൊണ്ടിരിക്കുകയാണ്. അതിനേക്കാൾ നല്ല ഉത്തരം വേറെയുണ്ടോ? നിന്നെക്കുറിച്ചുള്ള തീഷ്ണതയിൽ ഞാൻ ജ്വലിക്കുകയാണ്. 1 രാജാക്കന്മാർ 19:10. ഇടയ്ക്കൊക്കെ ഓർക്കും, ഏലിയായെ പോലെ ഇങ്ങനെ പറയാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. ആഴ്ചയിൽ 1 പ്രാവശ്യമെങ്കിലും ഇങ്ങനെ പറയാൻ കഴിഞ്ഞാൽ അത് വലിയ അനുഗ്രഹമാണ്. വർത്തമാനകാലത്തോട് നമ്മൾ കാണിക്കുന്ന ഉത്തരവാദിത്തം ദൈവം നിരീക്ഷിക്കുന്ന ഒരു മേഖലയാണ്. ഇടയ്ക്കിടെ ഒരു മണികിലുക്കം ജീവിതത്തിലുണ്ടായാൽ ദൈവത്തിൻ്റെ സംരക്ഷണയിൽ ജീവിക്കാനാകും.